ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് പുതിയ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര കൂടുതലാണ്. അത് പല സിനിമകളിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. നമ്മുടെ അമ്മമാര് അവരുടെ മുലപ്പാലിലൂടെയും ഈ രാജ്യസ്നേഹം നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തരും എന്നുള്ളൊരു കാര്യം. ഏറെക്കുറെ ആ ഒരു രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു ഘടകം നമ്മളെല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ ജീവനൊപ്പം നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്, അതിനെ വേറൊരു അർത്ഥത്തിൽ എടുക്കുന്നവരുണ്ട്. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ആ തരത്തിലൊരു രാജ്യസ്നേഹം അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഇമോഷണൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൃതിക് റോഷൻ, ദീപിക പദുകോൺ, അനിൽ കപൂർ അങ്ങനെ തുടങ്ങി നല്ല താരനിരയുള്ള ഒരു സിനിമ. ഇനി അതിന്റെ മെയിൻ എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടീസർ ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ എയർഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള എയർ ഫൈറ്റുകളൊക്കെയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അത്തരത്തിലുള്ള സിനിമകളൊന്നും അധികം വന്നിട്ടില്ല. സിദ്ധാർത്ഥ് ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു സംവിധായകൻ, പുള്ളിയെ നമിക്കണം കേട്ടോ. വന്നിരിക്കുന്ന പ്രേക്ഷകന്റെ പൾസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പുള്ളിക്കാരൻ അറിയാം. അത് അടിപൊളിയായിട്ട് കറക്റ്റ് ഓരോ എടുത്ത് എന്താണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ആ ഫ്ലവേഴ്സ് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകന്റെ മനസ്സിലേക്കും ആ ഒരു രാജ്യത്തിനോടുള്ള ഒരു സ്നേഹവും ആ ഇമോഷണൽ കണക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സിറ്റുവേഷനുകളും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര രസകരമായിട്ട് വളരെ ക്രിസ്പി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഗംഭീരമായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജിത് ബൽഹാര ആൻഡ് അങ്കിത് ബൽഹാര, ഈ രണ്ട് ടീമിന്റെയും സ്കോർ ഒരു രക്ഷയില്ല. ഗംഭീര വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വർക്ക്. ആ ഇമോഷൻസിനനുസരിച്ച് ഇത് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞത് വെരി 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 ഡിഫിക്കൽട്ട് സംഭവമാണ്. അത് വളരെ സൂപ്പർബായിട്ട് അതിനകത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതുപോലെ ഇതിന്റെ എഡിറ്റിംഗ് സെഷൻസ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ടോട്ടൽ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി. സച്ചിത് പൗലോസിന്റെ സിനിമാറ്റോഗ്രഫി അത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. കാരണം ഇതിനകത്ത് കുറെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്, ഭയങ്കര രസകരമാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഐറ്റം. ആൻഡ് ഇതിനകത്തെ VFX CG വർക്കുകളൊക്കെ കിഡിലോസ്കിയാണ്, ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് അത് ഇത്രയും ഞാൻ അടിപൊളി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ഓരോരുത്തർക്കും കൊണ്ടുവരുന്ന ഓരോ ഘടകങ്ങൾ, നമ്മുടെ പുൽവാമയാണെങ്കിലും ബലക്കോട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലൂടെ കൃത്യമായ രീതിയിൽ അതിനെ കൊണ്ടുപോവുകയും ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും ഏതവസരത്തിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ഒരു സോൾജിയറിനെ ഏതെങ്കിലും ഒരുത്തം വന്ന് അടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചടിക്കണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇമോഷൻ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഈ സിനിമയിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ആ തിരിച്ചടിക്കാൻ പോകുമ്പം കാണുന്ന ഓരോ പ്രേക്ഷകനും അതേ സോൾജിയേഴ്സിന്റെ കൂടെ സഞ്ചരിക്കുന്നത് പോലെ ഒരു ഫീല്. നമുക്കും തിരിച്ചടിക്കണം, നമ്മളും തിരിച്ചടിക്കും എന്നുള്ള ആ ഒരു സാധനം, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് സിനിമയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ നോർമലി ഈ പറയുന്ന പോലെ തന്നെ പല സിനിമകളിലുമുള്ള ഇമോഷണൽ കണക്ഷൻസ്, പ്രണയം, നഷ്ടപ്പെടലുകൾ, ബിട്രയൽ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തും ഉണ്ട്. ഇപ്പൊ വാർ, പത്താൻ പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥ് ആനന്ദിന് വളരെ കറക്റ്റായിട്ട് അറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എസ്പെഷ്യലി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും ഗംഭീര സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വാർ സീക്വൻസുകളാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് മിസ്റ്റർ ഹുസൈൻ ദലാൽ ആൻഡ് അബ്ബാസ് ദലാലാണ്. രണ്ടുപേരുടെ ഡയലോഗ്സും എടുത്തു പറയണം. കാരണം ഇതിനകത്ത് കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നേരിടുന്ന പല കാര്യങ്ങളും, അത് ഓരോ പൗരനും നേരിടുന്ന പല കാര്യങ്ങൾക്കും ക്ലിയർ കട്ടായിട്ടുള്ള ആൻസേഴ്സ് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ഘട്ടങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് ഡയലോഗ്സിലൂടെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ടോപ്പ് ഗണ്ണിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ പ്ലേസ് ചെയ്താൽ പോലും ഈ സിനിമ വളരെ വളരെ ഡിഫറൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ച് വരുന്ന ഓരോ പ്രേക്ഷകനും ഗംഭീരം എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു അട്ടാർ ഐറ്റം. നിങ്ങൾ നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള, നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു 3D തിയേറ്റർ ചൂസ് ചെയ്ത് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഒരു നഷ്ടവും വരില്ല, അത്രത്തോളം അടിപൊളിയാണ്. എനിക്ക് ഇതിനകത്ത് ആ മലയാളം നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു സാധനം പ്ലേസ് ചെയ്തിരിക്കുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ഹൃത്തിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്ന പോർഷൻസ് ഉണ്ട്. ഒരു രക്ഷയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ഫീലാണ് അവിടെ കിട്ടുന്നത്. അതാണ് ഒരു പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത്. ആ പൾസ് അറിഞ്ഞ് അടിപൊളിയായിട്ട് പണിയെടുക്കാൻ സിദ്ധാർത്ഥാനന്ദനെ അറിയാം. ആൻഡ് ഓൾസോ ടോട്ടലി ഒരു അടിപൊളി വർക്കാണ്. നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ സിനിമയുടെ വേറെ ഒരു കാര്യത്തിനെ പറ്റിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പെർഫോമൻസുകൾ കാര്യങ്ങൾ ഒന്നും. കാരണം എല്ലാം അടിപൊളിയാണ്. ഹൃത്തിക്കിന്റെ ഒക്കെ പെർഫോമൻസ് വൈസ് വളരെ മെച്ചോർഡാണ്. പുള്ളിയൊക്കെ അടിപൊളി മെച്ചോർഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദീപിക, അതുപോലെ അനിൽ കപൂർ, ഒപ്പം ഉണ്ടാകുന്ന അവരുടെ ടീം മെമ്പേഴ്സിലുള്ള ആക്ടേഴ്സ്, എസ്പെഷ്യലി അതിനകത്ത് വില്ലനായിട്ട് വരുന്നൊരു കക്ഷിയുണ്ട് പുള്ളി. എല്ലാവരും അടിപൊളിയായിട്ട് നല്ല ഒരു പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി കഥയിൽ ഗംഭീര തിരക്കഥ ഉണ്ടാക്കി, ആ ഗംഭീര തിരക്കഥയെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത്, നല്ല കിഡിലോസ്കി ആയിട്ട് ഡയലോഗ്സ് സെറ്റ് ചെയ്ത്, വിഷ്വലൈസ് ചെയ്ത്, മ്യൂസിക് ചെയ്ത് നമ്മുടെ മുന്നിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ കാണാം, നന്നായിട്ട് എൻജോയ് ചെയ്യാം, നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. സോ കൂടുതലൊന്നും പറയാനില്ല. ഇൻ ഷോർട്ട് മല്ലി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ പുതിയ വീഡിയോസ് റിവ്യൂസ് റോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.